ഹായ് ഫ്രണ്ട്സ്, മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയേഷ്. മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയിൽ ഫിറ്റർ ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഹൈഡ്രോളിക് പമ്പുകളെക്കുറിച്ചുള്ള അവസാനത്തെ വീഡിയോ ആണ് ഇത്. ആദ്യത്തെ പാർട്ടിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ്, ഗിയർ പമ്പ്, ലോബ് പമ്പ് എന്നിവയും രണ്ടാമത്തെ പാർട്ടിൽ വെയിൻ പമ്പ്, ബാലൻസ് വെയിൻ പമ്പ് എന്നിവയുമാണ് വിശദീകരിച്ചത്. ഹൈഡ്രോളിക് പമ്പ് പാർട്ട് 3 എന്ന ഈ വീഡിയോയിലൂടെ പിസ്റ്റൺ പമ്പുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഹൈഡ്രോളിക് പമ്പ്സ് പാർട്ട് 3. Piston pump. Piston pump is a common pump used for high pressure application. ഹൈ പ്രഷർ ആപ്ലിക്കേഷനിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പമ്പാണ് പിസ്റ്റൺ പമ്പ്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സിലിണ്ടറിനുള്ളിലെ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് ഉപയോഗപ്പെടുത്തി ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന പമ്പാണ് പിസ്റ്റൺ പമ്പ്. പിസ്റ്റൺ പമ്പ് 3 തരത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഉണ്ട് പിസ്റ്റൺ പമ്പിന്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ആക്സിയൽ പിസ്റ്റൺ പമ്പ്, ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പ്, റേഡിയൽ പിസ്റ്റൺ പമ്പ്. ഇതിൽ ആദ്യത്തെ ആക്സിയൽ പിസ്റ്റൺ പമ്പ് എന്താണെന്ന് നോക്കാം. ആക്സിയൽ പിസ്റ്റൺ പമ്പിൻ്റെ ഒരു സെക്ഷണൽ ലൈൻ ഡയഗ്രാം ഇവിടെ കാണാം. പാർട്സുകൾ ശ്രദ്ധിക്കുക. ഔട്ട്ലെറ്റ് പോർട്ട്, ഇൻലെറ്റ് പോർട്ട്, പിസ്റ്റൺ ചേംബർ, പിസ്റ്റൺ, സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, അതാണ് ബ്രാക്കറ്റിൽ റൊട്ടേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. സ്ലൈഡ് ഷൂ, സ്വാഷ് പ്ലേറ്റ്, ട്രിവൺ ഷാഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയെന്ന് നോക്കാം. ഈ പമ്പിനകത്ത് സിലിണ്ടറിക്കലായ സിലിണ്ടർ ബ്ലോക്കുണ്ട്. സിലിണ്ടർ ബ്ലോക്കിനുള്ളിലായി ചുറ്റിലും യൂണിഫോം സ്പേസിൽ കുറേ പിസ്റ്റണുകളുണ്ട്. ഈ പിസ്റ്റണുകളെല്ലാം അറ്റം ഒരു സ്വാഷ് പ്ലേറ്റിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടർ ബ്ലോക്കിനുള്ളിൽ ചെരിച്ചു വെച്ച വൃത്താകൃതിയിലുള്ള ഒരു പ്ലേറ്റാണ് സ്വാഷ് പ്ലേറ്റ്. സ്വാഷ് പ്ലേറ്റ് ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ അറ്റത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ പമ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രൈവ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി സിലിണ്ടർ ബ്ലോക്കും റൊട്ടേറ്റ് ചെയ്യുന്നു. സ്വാഷ് പ്ലേറ്റ് ഓഫ്സെറ്റായി വെച്ചിട്ടുള്ളതിനാൽ സിലിണ്ടർ ബ്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റണുകൾക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് ലഭിക്കുന്നു. ഈ അവസ്ഥയിൽ സിലിണ്ടർ ബ്ലോക്ക് കറങ്ങുന്നതിനോടൊപ്പം പിസ്റ്റണുകൾക്ക് ആക്സിയലായി റെസിപ്രോക്കേറ്റീവ് മോഷൻ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പമ്പുകൾക്ക് ആക്സിയൽ പിസ്റ്റൺ പമ്പ് എന്ന് പേര് വന്നിരിക്കുന്നത്. പിസ്റ്റൺ സിലിണ്ടറിൽ നിന്നും പുറകിലോട്ട് നീങ്ങുമ്പോൾ സിലിണ്ടറിനുള്ളിൽ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതിനാൽ ഫ്ലൂയിഡ് സിലിണ്ടറിനകത്തേക്ക് കയറുകയും സ്വാഷ് പ്ലേറ്റ് കറങ്ങി മറുഭാഗത്തെത്തുമ്പോൾ പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഫലമായി ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നു. പിസ്റ്റൺ ബ്ലോക്കിൽ അനേകം പിസ്റ്റണുകൾ ഉള്ളതിനാൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. അതിനാൽ തന്നെ സ്റ്റഡി ആയതും പൾസേറ്റിംഗ് അല്ലാത്തതുമായ ഡിസ്ചാർജ് ലഭിക്കുന്നു. ഒരു ആക്സിയൽ പിസ്റ്റൺ പമ്പിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ആക്സിയൽ പിസ്റ്റൺ പമ്പിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്.
ആക്സിയൽ പിസ്റ്റൺ പമ്പിനെ സ്വാഷ് പ്ലേറ്റ് പിസ്റ്റൺ പമ്പ് എന്നുകൂടെ പറയുന്നു. കാരണം ആക്സിയൽ പിസ്റ്റൺ പമ്പിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സ്വാഷ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആനിമേഷൻ ഒന്ന് കാണാം. സെൻട്രൽ പോർഷനിൽ കാണുന്നതാണ് ഡ്രൈവ് ഷാഫ്റ്റ്, സിലിണ്ടർ ബ്ലോക്ക്, പിസ്റ്റൺ ഇവയെല്ലാം ഇപ്പോൾ കാണാം. ചെരിച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റിനെ നമ്മൾ സ്വാഷ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡ്രൈവ് ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ ഫലമായി സിലിണ്ടർ ബ്ലോക്ക് കറങ്ങുകയും സിലിണ്ടർ ബ്ലോക്കിനകത്തുള്ള പിസ്റ്റണുകൾ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്നു. സിലിണ്ടർ ബ്ലോക്കിൻ്റെ പകുതിയെ ഇൻലെറ്റ് പോർട്ടിലേക്കും മറുപകുതിയെ ഔട്ട്ലെറ്റ് പോർട്ടിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഹാഫ് റൊട്ടേഷനെ ഇൻടേക്ക് സ്ട്രോക്ക് എന്നും അടുത്ത ഹാഫ് റൊട്ടേഷനെ ഡിസ്ചാർജ് സ്ട്രോക്ക് എന്നും പറയുന്നു. ഇൻടേക്ക് സ്ട്രോക്കിൽ ഫ്ലൂയിഡ് സിലിണ്ടറിനകത്തേക്ക് എടുക്കുകയും ഡിസ്ചാർജ് സ്ട്രോക്കിൽ ഫ്ലൂയിഡ് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. അടുത്തതായി ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പ്. ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പിൻ്റെ ഒരു ലൈൻ ഡയഗ്രാം ഇവിടെ കാണാം. പാർട്സുകൾ ശ്രദ്ധിക്കുക. ഡ്രൈവ് ഷാഫ്റ്റ്, പിസ്റ്റൺ ബ്ലോക്ക്, യൂണിവേഴ്സൽ ലിങ്ക്, പിസ്റ്റൺ ബ്ലോക്ക് ആൻഡ് ഡ്രൈവ് ഷാഫ്റ്റ് ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ. ബെൻഡ് ആക്സിസ്. സ്വാഷ് പ്ലേറ്റ് പമ്പിൻ്റേതുപോലെ തന്നെ ഈ പമ്പിലും പാരലായ കുറേ പിസ്റ്റണുകളുണ്ട്. പിസ്റ്റണുകൾ പിസ്റ്റൺ ബ്ലോക്കിനകത്ത് ആക്സിയലായി മൂവ് ചെയ്യാം. സ്വാഷ് പ്ലേറ്റ് പമ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ പമ്പിനെ ഡ്രൈവ് ഷാഫ്റ്റ് പിസ്റ്റൺ ബ്ലോക്കിന് ഒരു ആംഗിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പമ്പിന് ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പ് എന്ന് പേര് വന്നിരിക്കുന്നത്. പിസ്റ്റൺ ബ്ലോക്കിലെ സിലിണ്ടറുകൾക്ക് ഉള്ളിലായുള്ള പിസ്റ്റണുകളുടെ ഒരറ്റം ഡ്രൈവ് ഷാഫ്റ്റ് ഫ്ലാഞ്ചിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ ലിങ്ക് കീ മെക്കാനിസം ഉപയോഗിച്ചാണ് പിസ്റ്റൺ ബ്ലോക്കും ഡ്രൈവ് ഷാഫ്റ്റും തമ്മിലുള്ള അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും റൊട്ടേഷൻ ഉറപ്പാക്കിയിരിക്കുന്നതും. ഇനി പമ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. ഡ്രൈവ് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഡ്രൈവ് പിസ്റ്റണിലേക്കും പിസ്റ്റൺ ബ്ലോക്കിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സിലിണ്ടറിനുള്ളിലെ പിസ്റ്റണുകൾക്ക് റെസിപ്രോക്കേറ്റീവ് മോഷൻ ലഭിക്കുന്നു. പിസ്റ്റൺ ബ്ലോക്ക് കറങ്ങുന്നതിനാൽ സെക്ഷൻ സൈഡിൽ പിസ്റ്റൺ പുറകിലോട്ട് നീങ്ങുന്നതിൻ്റെ ഫലമായി ഫ്ലൂയിഡ് സിലിണ്ടറിനുള്ളിൽ പ്രവേശിക്കുകയും അതേസമയം ഡെലിവറി സൈഡിലെ സിലിണ്ടറിനകത്തുള്ള പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുന്നതിനാൽ സിലിണ്ടറിലെ ഫ്ലൂയിഡ് പുറത്തു പോവുകയും ചെയ്യുന്നു. ഡ്രൈവ് ഷാഫ്റ്റ് തുടർച്ചയായി കറങ്ങുന്നതിനാൽ ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നു. അങ്ങനെ ലിക്വിഡ് പമ്പ് ചെയ്യാൻ സാധിക്കുന്നു. ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് വളഞ്ഞിരിക്കുന്ന ഒരു പമ്പാണ്. ബെൻഡായിട്ടിരിക്കുന്ന ഒരു പമ്പാണ്. ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ആണിത്. ഇപ്പോൾ ഇതിൽ പാർട്സുകളെല്ലാം കാണാം. സിലിണ്ടർ ബാരൽ അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്ക്, ഡ്രൈവ് ഷാഫ്റ്റ്,
സിലിണ്ടർ ബ്ലോക്കിനകത്ത് പിസ്റ്റണുകൾ ഇപ്പോൾ കാണാം. പിസ്റ്റണുകളെല്ലാം ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഫ്ലാഞ്ചിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഒരു ഹാഫ് ഇൻലെറ്റിലേക്കും അടുത്ത ഹാഫ് ഔട്ട്ലെറ്റിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്തതായി റേഡിയൽ പിസ്റ്റൺ പമ്പ്. റേഡിയൽ പിസ്റ്റൺ പമ്പിൻ്റെ പാർട്സുകൾ ശ്രദ്ധിക്കുക. ബോഡി, പിസ്റ്റൺ, സിലിണ്ടർ ബ്ലോക്ക്. കൂടാതെ സിലിണ്ടർ ബ്ലോക്കിന് പുറത്തായി വൈറ്റ് കളറിലൊരു വൃത്താകൃതിയിലുള്ള ഭാഗമുണ്ട്. അതിന് നമ്മൾ സ്ട്രോക്ക് റിംഗ് എന്നുകൂടെ പറയുന്നു. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ പമ്പിനകത്ത് സിലിണ്ടർ ബ്ലോക്കിൽ യൂണിഫോം സ്പേസിൽ റേഡിയലായ പിസ്റ്റണുകളുണ്ട്. സിലിണ്ടർ ബ്ലോക്കിനുള്ളിലെ പിസ്റ്റണുകളെല്ലാം റേഡിയലായിട്ടാണ് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നത്. സിലിണ്ടർ ബ്ലോക്കിനെ ഡ്രൈവ് ഷാഫ്റ്റാണ് കറക്കുന്നത്. സിലിണ്ടർ ബ്ലോക്കിനെ പൊതിഞ്ഞ് ഒരു സ്ട്രോക്ക് റിംഗ് എന്ന് പറയുന്നൊരു ഭാഗം കൂടെ ഉണ്ട്. സിലിണ്ടർ ബ്ലോക്കിനുള്ളിൽ ഡക്റ്റുകൾ ഇൻലെറ്റ് പോർട്ടിലേക്കും ഔട്ട്ലെറ്റ് പോർട്ടിലേക്കുമാണ് എത്തിച്ചേരുന്നത്. സിലിണ്ടർ ബ്ലോക്കിനുള്ളിലെ പിസ്റ്റണുകളുടെ എല്ലാം അഗ്രഭാഗത്ത് സ്ലിപ്പർ പാഡുകൾ ഉണ്ട്. അത് സ്ട്രോക്ക് റിങ്ങുമായി മുട്ടിയുരുമിയാണ് നിൽക്കുന്നത്. പിസ്റ്റൺ ബ്ലോക്കിനകത്ത് സ്ട്രോക്ക് റിങ് എക്സെൻട്രിക് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് ആവശ്യാനുസരണം എക്സെൻട്രിസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. പിസ്റ്റൺ ബ്ലോക്ക് കറങ്ങുന്നതിൻ്റെ ഫലമായി, അതായത് ഇതിൻ്റെ പ്രവർത്തനം, പിസ്റ്റൺ ബ്ലോക്ക് കറങ്ങുന്നതിൻ്റെ ഫലമായി പിസ്റ്റൺ ബ്ലോക്കിനകത്തുള്ള പിസ്റ്റണുകൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടും സ്പ്രിംഗ് ഉള്ളതുകൊണ്ടും സ്ട്രോക്ക് റിങ്ങിന് അടുത്തേക്ക് നീങ്ങുന്നു. സ്ട്രോക്ക് റിങ് എക്സെൻട്രിക് ആയി ഫിറ്റ് ചെയ്തതിനാൽ പിസ്റ്റണിൻ്റെ ഹാഫ് റൊട്ടേഷനിൽ സക്ഷൻ സംഭവിക്കുകയും അടുത്ത ഹാഫ് റൊട്ടേഷനിൽ ഡെലിവറി നടക്കുകയും ചെയ്യുന്നു. സ്ട്രോക്ക് റിങ്ങിൻ്റെ എക്സെൻട്രിസിറ്റി കൂട്ടിയാൽ പിസ്റ്റണിൻ്റെ സ്ട്രോക്ക് ലെങ്ത് കൂടുന്നതിൻ്റെ ഫലമായി ഡിസ്ചാർജിൽ മാറ്റം വരുത്തുവാനും സാധിക്കും. ഒരു റേഡിയൽ പിസ്റ്റൺ പമ്പിൻ്റെ കട്ട് മോഡലാണ് ഈ കാണുന്നത്. കട്ട് മോഡൽ ഫോട്ടോയാണ് ഈ കാണുന്നത്. അടുത്തതായി റേഡിയൽ പിസ്റ്റൺ പമ്പിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. ഇതിൻ്റെ കോമ്പണൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ സിലിണ്ടർ ബ്ലോക്കിനകത്തായി പിസ്റ്റണുകളുണ്ട്. പിസ്റ്റണുകളുടെ അഗ്രഭാഗത്തായി സ്ലിപ്പർ പാഡുകൾ കാണാം. സ്ലിപ്പർ പാഡുകൾ ഗഡ്ജിയൻ പിൻ ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേഷനാണ് ഇനി കാണുന്നത്. ഇപ്പോൾ സ്ട്രോക്ക് റിങ് ഇപ്പോൾ എക്സെൻട്രിക് ആയിട്ടല്ല വെച്ചിരിക്കുന്നത്, സെൻറ്ററായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡിസ്ചാർജ് നടക്കില്ല. ഇനി നമ്മൾ സ്ട്രോക്ക് റിങ്ങിനെ ഒരു സൈഡിലേക്ക് പുഷ് ചെയ്യുമ്പോൾ, എക്സെൻട്രിക് ആവുമ്പോൾ, ഒരു സൈഡിൽ സക്ഷനും മറു സൈഡിൽ ഡെലിവറി നടക്കുന്നു. ഒരു പിസ്റ്റൺ മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും.
ഈ ഫ്ലോട്ടിംഗ് റിങ് അല്ലെങ്കിൽ സ്ട്രോക്ക് റിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ചാർജിൽ മാറ്റം വരും. മാത്രമല്ല സ്ട്രോക്ക് റിങ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റിങ്ങിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഇൻലെറ്റ് പോർട്ടും ഔട്ട്ലെറ്റ് പോർട്ടും നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും കഴിയും. ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ്. പിസ്റ്റൺ പമ്പുകളുടെ പ്രധാന സവിശേഷതകൾ. ഡിസ്പ്ലേസ്മെൻറ്റ് ടു 750 ക്യൂബിക് സെൻറ്റിമീറ്റർ പെർ റെവല്യൂഷൻ. 750 ക്യൂബിക് സെൻറ്റിമീറ്റർ പെർ റെവല്യൂഷൻ വരെ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യാം ഇത്തരം പമ്പുകൾ ഉപയോഗിച്ച്. പ്രഷർ കേപ്പബിലിറ്റീസ് ടു 350 ഓർ 400 ബാർ. 350 ബാറോ അല്ലെങ്കിൽ 400 ബാർ വരെ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ പിസ്റ്റൺ പമ്പുകൾക്ക് സാധിക്കും. ഹൈ നോയിസ് ലെവൽ. നല്ല ശബ്ദമുള്ള പമ്പായിരിക്കും ഇത്. സെൻസിറ്റീവ് ടു പുവർ ഇൻലെറ്റ് കണ്ടീഷൻ ആൻഡ് കണ്ടാമിനേഷൻ. ഇൻലെറ്റ് പോർട്ട് വഴി വരുന്ന ലിക്വിഡിൽ കണ്ടാമിനേഷൻസോ സോളിഡ് പാർട്ടിക്കിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പമ്പ് വളരെയധികം സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ പമ്പിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. കാരണം ഈ പമ്പ് വർക്ക് ചെയ്യുന്നത് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലാണ്. ഹൈ ഓവറാൾ എഫിഷ്യൻസി. മൊത്തത്തിലുള്ള എഫിഷ്യൻസി കൂടുതലാണ്. ഗുഡ് ലൈഫ് എക്സ്പെക്റ്റൻസി. കൂടുതൽ ലൈഫ് ഈ പമ്പിന് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ലൈഫ് ഇത്തരം പമ്പുകൾക്ക് കിട്ടും. ലാർജ് ബൾക്കി യൂണിറ്റ്സ്. ഇത്തരം പമ്പുകളെല്ലാം വലുതായിരിക്കും, ബൾക്കി യൂണിറ്റ് ആയിരിക്കും. ഹൈ കോസ്റ്റ്. സാധാരണ പിസ്റ്റൺ പമ്പിന് മറ്റുള്ള പമ്പുകളെ അപേക്ഷിച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. ആപ്ലിക്കേഷൻസ്. പിസ്റ്റൺ പമ്പ് ഈസ് യൂസ്ഡ് ഫോർ ഹയർ ഡിസ്ചാർജ് ആൻഡ് ലോ പ്രഷർ ആപ്ലിക്കേഷൻ. കൂടുതൽ ഡിസ്ചാർജ് വേണ്ടിടത്തും ലോ പ്രഷർ ഡിസ്ചാർജ് അല്ലെങ്കിൽ ലോ പ്രഷർ വേണ്ടിടത്തും ആണ് പിസ്റ്റൺ പമ്പുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് പമ്പുകളെ കുറിച്ചുള്ള വീഡിയോ 3 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുന്നേയുള്ള പാർട്ടുകൾ കാണാത്തവർ ആ വീഡിയോകൾ കാണുക. പിസ്റ്റൺ പമ്പുകളെക്കുറിച്ച് പ്രതിപാദിച്ച ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ മലമ്പുഴ ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.